3 പതിറ്റാണ്ടിന് ശേഷമാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ എത്തുന്നത്. മധ്യപ്രദേശിലെ രാജ്കട്ടിൽ നിന്നാണ് 77-കാരനായ സിംഗ് ജനവിധി തേടുന്നത്. 10 വർഷം മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രിയായിരുന്ന 77-കാരൻ ദിഗ്വിജയ് സിംഗ് 3 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മത്സര രംഗത്തേക്ക് എത്തുന്നത്. ആയതിനാൽ തന്നെ ഇക്കുറി രാജ്കട്ടിൽ കോൺഗ്രസിന്റെ വിജയക്കൊടി പാറുമെന്നാണ് പ്രതീക്ഷ. ദിഗ്വിജയ് സിംഗിന്റെ ഭാര്യയും മാധ്യമപ്രവർത്തകയുമായ അമൃത റായിയും പ്രചരണത്തിന് ഒപ്പമുണ്ട്. 1991-ലാണ് സിംഗ് അവസാനമായി രാജ്കട്ട് MP ആയത്. 1993-ൽ സഹോദരൻ ലക്ഷ്മൺ സിംഗിനെ മണ്ഡലം കൈമാറി ദിഗ്വിജയ് സിംഗ് മധ്യപ്രദേശിലെ മുഖ്യമന്ത്രിയായി. ലക്ഷ്മൺ സിംഗ് 4 തവണ കൂടി മണ്ഡലത്തിൽ ജയിച്ചു. എന്നാൽ 4ാമത്തെ ജയം BJP സ്ഥാനാർത്ഥിയായിട്ടായിരുന്നു. 2009-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാരായൺ സിംഗിലൂടെ മണ്ഡലം കോൺഗ്രസ് തിരിച്ചുപിടിച്ചെങ്കിലും 2014-ലും 2019-ലും ജനം BJPക്ക് അനുകൂലമായാണ് വിധി എഴുതിയത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തുടർ വിജയം പ്രതീക്ഷിച്ചാണ് BJP സിറ്റിംഗ് MP-യായ റോട്ട്മൽ നഗറിനെ കളത്തിലിറക്കിയിരിക്കുന്നത്. വികസന വളർച്ചകളും വികസന മുരടിപ്പുകളും പ്രധാന ആയുധമാക്കിയാണ് ഇരു പാർട്ടികളും മത്സരരംഗം കൊഴുപ്പിക്കുന്നത്. ഇലക്ഷൻ ഡെസ്ക്, കൈരളി ന്യൂസ്.